ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് ജെല്ലി. കുറച്ച് ചേരുവകൾ മാത്രമേ ഇതിന് വേണ്ടുള്ളൂ. ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഓറഞ്ച് ജെല്ലി ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഓറഞ്ച്, പഞ്ചസാര ആവശ്യത്തിന്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കോൺഫ്ലോർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓറഞ്ച് ജെല്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ഓറഞ്ചിന്റെ തോല് കളഞ്ഞ് കുരു ഉണ്ടെങ്കിൽ കുരു കളഞ്ഞ് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഈ ടൈപ്പ് പറയുന്നത് മൂസമ്പിയാണ്. ഈ ടൈപ്പ് ആണെങ്കിൽ അതായാലും മതി, ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ഇതിന് ആദ്യം നമുക്ക് ഇതിന്റെ കുരു ഉണ്ടെങ്കിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ജ്യൂസ് അടിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ കുരുവിട്ടടിക്കുമ്പോൾ അതിൻ്റെ കയപ്പ് വരും. അതുകൊണ്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ജ്യൂസാക്കി എടുക്കാൻ. ഇതുപോലെ അല്ലിയാക്കിയെടുത്ത് ജ്യൂസറിലിട്ട് ജ്യൂസാക്കി എടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം ജ്യൂസ് അടിച്ചെടുക്കാൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നാരങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ജ്യൂസറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ ജ്യൂസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. 4 ഓറഞ്ചാണ് ഞാൻ എടുത്തത്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതൊന്ന് നല്ലോണം അരിച്ചെടുക്കുക. നല്ലോണം മധുരമുള്ള ഓറഞ്ചാണെങ്കിലും നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും അതൊന്ന് തണുത്ത് അതൊക്കെ റെഡിയായി കിട്ടുമ്പോഴേക്ക് അതിൽ മധുരം കുറച്ച് കുറയും. അപ്പോൾ കുറച്ച് മധുരത്തിൽ ചെയ്യുന്നതല്ലേ രസം. ജെല്ലി എന്നൊക്കെ പറയുമ്പോൾ മധുരം ഉണ്ടാവുമല്ലോ. ഇപ്പം ഓറഞ്ച് നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. അധികം വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നത്. കോൺഫ്ലോറിലേക്ക് നമുക്ക് കുറച്ച് ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോർ അങ്ങനെ തന്നെ ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കരുത്. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല, ഒരു കട്ട കെട്ടിയ പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് ജ്യൂസ് എടുത്ത് ആ കോൺഫ്ലോറും ജ്യൂസും കൂടെ നല്ലോണം മിക്സ് ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അത് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പൊടി അങ്ങനെ തന്നെ ഇട്ടാൽ അവിടെ എവിടെയായിട്ട് കട്ട കെട്ടിക്കിടക്കും. അപ്പം ഇങ്ങനെയൊന്നാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. അതിന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നല്ലവണ്ണം കുറുക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുന്നേ ഇതുപോലുള്ള 3 ഗ്ലാസ് ഞാൻ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. കൂട്ട് റെഡിയായതിനു ശേഷം ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒന്നിക്ക് നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ സൈഡൊക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് കട്ട കിട്ടും. ഇതാ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ബബിൾസ് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. വിട്ട് വന്നു തുടങ്ങി. ഇത് നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക്, നമ്മൾ നേരത്തെ ഗ്ലാസ് ആക്കി വെച്ചില്ലേ, ആ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി വേഗം തന്നെ നമുക്കിത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
3 ഗ്ലാസ്സിലായിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് 3 ഒന്ന് തണുക്കാൻ വെക്കുക. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ്സിൽ നിന്ന് ഈ ജെല്ലി പുറത്തെടുക്കാം. നമ്മുടെ ജെല്ലി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം. പാത്രത്തിലേക്ക് ഇത് കമിഴ്ത്തി കൊടുക്കുമ്പോൾ ഒന്ന് അടിഭാഗത്ത് തട്ടിക്കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ കത്തിയുടെ മുകളിൽ കുറച്ച് വെള്ളം നനക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ അത് ഒന്നുകിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി. ജെല്ലി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ജെല്ലിയെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക. ഇതാ ഈ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് ബാക്കിയുള്ളതും നമ്മുടെ ഓറഞ്ച് ജെല്ലി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.